മക്കളെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു റോൾസ് റോയ്സിൻ്റെ പിന്നെ ഓട്ടോമാറ്റിക് ഡോർ ലോക്ക് എവിടെയെന്നൊക്കെ. ഇതാണ് ഓട്ടോമാറ്റിക് ഡോർ ലോക്ക്. ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതിപ്പോൾ ഡോർ ലോക്ക് ചെയ്ത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട് ഇങ്ങനെ അടയും. ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ഡോർ ലോക്ക് കാര്യം. അതേമാതിരി എല്ലാ കോർണറിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്നുണ്ട്. അതേമാതിരി ബാക്കിലുണ്ടാവും. അത് ബാക്കിലും റോൾസ് റോയ്സിൻ്റെ അവിടെ ഉണ്ടാവും. അതേമാതിരി ആ കോർണറിലുണ്ടാവും. പിന്നെ വേറെ കാര്യം എ സിൻ്റെ ആയിരുന്നു ചോദിച്ചിരുന്നത്. കാരണം എ സിൻ്റെ ഇതിൽ ഡിഫറെൻ്റ് ആണ് സാധനം. കാരണം ഇത് പറഞ്ഞാൽ റെഡാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലൂവും കാര്യങ്ങളും വരും. പിന്നെ അത് കൺട്രോളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതിൽ നമ്മൾ തൊടണ്ട. പിന്നെ അത് എ സിൻ്റെ ഷട്ടറിൻ്റെതാണത്. ഇതിൽ വലിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പഴയ സിസ്റ്റം തന്നെയാണ് സംഭവം. പഴയ പണ്ടത്തെ റോൾസ് റോയ്സിൻ്റെ സിസ്റ്റം തന്നെയാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂള് കുറവായിരിക്കും. അതേമാതിരി തന്നെ ഇത് തന്നെയാണ് സംഭവം. ഇത് റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഡാണ്. നമുക്കിവിടെ സീലിങ്ങിൽ ഏതാ ലൈറ്റ് കാണുന്നതൊക്കെ അത് ചെയ്യാം. കസ്റ്റമേഡാണ് സംഭവം. പിന്നെ സീറ്റിലും ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മുടെ സീറ്റിനനുസരിച്ചിട്ട് നമുക്കിത് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഇങ്ങോട്ട് വലുതാണെന്ന് നോക്കിയാൽ മതി. കണ്ട ആ ഗ്യാപ്പ് നോക്കണം. ആ വലുതായി വരുന്നത് നമുക്ക് കാലിനനുസരിച്ചിട്ട് ഇങ്ങനെ സീറ്റിനതനുസരിച്ച് വരും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു പേഴ്സണലായിട്ട്. അപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ മൊത്തം മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നല്ല. പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് റോൾസ് റോയ്സിൽ. അതാണ് ഗിയർ അവിടെയാണ് കിടക്കുന്നത്. അതാണ് ഗിയർ കിടക്കുന്നത്. പണ്ടത്തെ നമ്മളെ നാളത്തെ അംബാസഡർ ഉണ്ടല്ലോ, അവിടെയാണ് ഗിയർ കിടക്കുന്നത്. പിന്നെന്താ പറയുക, പവർ ബ്രേക്ക് ഇവിടെയാണ്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് കിടക്കുന്നത്. അവിടെ ഓക്കെ, ക്ലിയറായി. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ റിവേഴ്സ് പോവുകയാണ് സാധനം. സോ എനിവേ എൻജോയ്.